യൂട്യൂബ് ചാനൽ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ചിന്നു. ഇതെല്ലാ അമ്മമാർക്കും വേണ്ടിയിട്ട് ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ കേട്ടോ. ഈ സംഭവം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ പിന്നെ പിള്ളേരൊക്കെ നമുക്ക് പണിയെടുക്കാനാണെങ്കിലും എന്താണെങ്കിലും ഒരു ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. അപ്പം നോക്കൂ കേട്ടോ. അപ്പം എല്ലാ പിള്ളേരുള്ള വീട്ടുകാർക്കും അടിപൊളിയായിട്ടുള്ളൊരു സംഭവം കേട്ടോ. ഇവരാണെങ്കിൽ പിള്ളേരാകുമ്പോൾ ചെറുതല്ലേ, അപ്പോൾ അറിവില്ലല്ലോ. അപ്പോൾ ഓരോ സ്ഥലത്ത് പിടിക്കാനും അതൊക്കെ. ഇവിടെ ആണെങ്കിൽ മെയിനായിട്ട് അവൻ്റെ ഹോബി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ടിവിയുടെ അടുത്തേക്ക് പോയിട്ട് അതിൻ്റെ കേബിളും സംഭവങ്ങളൊക്കെ വലിച്ചിടുക. അതുപോലെ തന്നെ എക്സ്റ്റൻഷൻ ബോക്സ് ഒക്കെ അതിൻ്റെ ഉള്ളിൽ പോയി കൈയൊക്കെ തൊടുക. അപ്പോൾ ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള കാര്യമല്ലോ. അപ്പൊ നമ്മളുടെ ഒന്നൊരു ശ്രദ്ധ തെറ്റി കഴിഞ്ഞാൽ എപ്പോഴും അവൻ അങ്ങോട്ടാട്ടോ ഓടിപ്പാഞ്ഞു പോവാ. പിന്നെ നമ്മൾ ഇവിടെ ദുബായിലായതുകൊണ്ട് ഇവിടെ അധികം നമുക്ക് റൂമിൽ സ്ഥലങ്ങളോ കാര്യങ്ങളോ ഒന്നും അധികം ഇല്ലല്ലോ. അപ്പോഴാണെങ്കിൽ ലിമിറ്റഡ് ആയിട്ടുള്ള സ്പേസ് ആയതുകൊണ്ട് അവൻ വേഗം അവിടെ ഇവിടേക്കൊക്കെ ഓടി നടക്കും, വീഴലും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ഇതേ വീഡിയോ എടുക്കുന്ന സമയത്ത് തന്നെ ഇതേ അമ്മ പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അവനുള്ള സംഭവമാണ് മേടിച്ചേക്കണേ. അപ്പോൾ ഇതാണെങ്കിൽ ഭയങ്കര എന്താ പറയുക, പിള്ളേരൊക്കെ ഉള്ള വീട്ടിലാണ് ഭയങ്കര യൂസ്ഫുൾ ആട്ടോ. അപ്പോൾ ഒരു ഫെൻസിങ് പോലത്തെ ഒരു സംഭവമാണ് ബേബീസിന് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതാണെങ്കിൽ ഒരു ഷീറ്റ് പോലെ ഒരു ഷീറ്റ് ഉണ്ട്. പിന്നെ അയൺ റോഡ്സ് ഉണ്ട് കേട്ടോ, കുറേ അയൺ റോഡ്സ് ഉണ്ട്. ഇത് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല, അത്യാവശ്യം ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോഴാണെങ്കിൽ ഇപ്പം ഞങ്ങൾ 3 പേരുണ്ടായിട്ട് തന്നെ ഞങ്ങൾ നോക്കുമ്പോൾ അവൻ ഏത് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടിപ്പാഞ്ഞ് പിള്ളേരാകുമ്പോൾ നടക്കുകയൊക്കെ ചെയ്യും. പക്ഷെ അത് എന്താ പറയുക, വീഴാൻ രീതിയിൽ ഓരോ കാര്യങ്ങൾ. ഈ സംഭവം ഉണ്ടെങ്കിൽ അങ്ങനെ വീഴൂല. അതിൻ്റെ ഉള്ളിൽ തന്നെ കുറച്ച് ടോയ്സും കാര്യങ്ങളും ഒക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഇരുന്ന് കളിച്ചോളൂ കേട്ടോ. അപ്പോൾ ഇതാണ് ഇങ്ങനെ ഫിക്സ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയൺ റോഡ്സ് ഇങ്ങനെ ഓരോ സംഭവങ്ങളുണ്ട്. അതിൻ്റെ ഉള്ളിലേക്ക് നമ്മളിങ്ങനെ ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു കുറേ അയൺ റോഡ്സ് ഉണ്ട് കേട്ടോ. ആ സംഭവങ്ങൾ ഫുള്ളുള്ളത് അയൺ റോഡ്സ് ആണ്. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ കണക്റ്റേഴ്സും ഉണ്ട് കേട്ടോ. അത് ഒരെണ്ണം ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള പിന്നെ റൗണ്ട് പോലെയുള്ള കണക്റ്റേഴ്സാണുള്ളത്. അപ്പോൾ അത് നമ്മൾ കെയർഫുള്ളായിട്ട് നോക്കിയിട്ട് അതിൻ്റെ ഒരു സെക്ഷൻ ആകുമ്പോൾ നമ്മൾ എടുത്ത് വെക്കണം. ഇതാണ് ഞാൻ പറഞ്ഞ കണക്റ്റേഴ്സ്. അപ്പോൾ ആദ്യം ചെയ്തപ്പോൾ ഒന്നും മേരയ്ക്കൊന്നും മനസ്സിലായില്ല. പിന്നെ അത് ചെയ്ത് മനസ്സിലായത് എങ്ങനെയാണ്, നമുക്കൊരു ഐഡിയ കിട്ടിയത് എങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പം ഞാൻ വിചാരിച്ചു ലോങ് വീഡിയോ ആയിട്ട് എടുക്കാമെന്ന്. അപ്പം എല്ലാവർക്കും ഇത് മേടിക്കണവർക്ക് യൂസ്ഫുൾ ആവുമല്ലോ. അപ്പോൾ ആദ്യം നമ്മളിങ്ങനെ ആദ്യം നമ്മൾ റോഡ്സ് ഇങ്ങനെ എല്ലാം ഇങ്ങനെ കമ്പാർട്ട്മെന്റ്സിലും ഇങ്ങനെ ഇതാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാര്യങ്ങൾ എളുപ്പമായിട്ടോ. പിന്നെ ജസ്റ്റ് ഇങ്ങനെ അയൺ റോഡ് അല്ലാണ്ട് സ്റ്റീൽ റോഡുകളാണ്. അപ്പോഴാണെങ്കിൽ ഇപ്പോൾ പൊന്നാണെങ്കിൽ അവിടെ അതിനുള്ളിൽ കളിച്ചിട്ട് ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട് കേട്ടോ. അപ്പോഴാണെങ്കിൽ നമ്മൾ വെർട്ടിക്കലായിട്ടും ഹൊറിസോണ്ടലായിട്ടും ഇത് നമ്മളിങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ ഈ സ്റ്റീൽ റോഡ് ഇങ്ങനെ കയറ്റി കൊടുക്കണം. അത്യാവശ്യം ബുദ്ധിമുട്ടുള്ള ടാസ്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതെനിക്ക് ചെയ്തതിന് ശേഷം പിന്നെ അവൻ അതിൻ്റെ ഉള്ളിൽ തന്നെയായിരുന്നു വലിയ മീൻസ് അവനും പിന്നെ ലൂസി ഉണ്ടല്ലോ, നിങ്ങൾ എൻ്റെ വീഡിയോസ് സ്ഥിരം കാണുന്നവരാണെങ്കിൽ അറിയാം, നമ്മുടെ ലൂസി ബാബി ഉണ്ടായിരുന്നു. അപ്പോൾ അവനും ലൂസി ബാബിയും അതിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് കളിയും കാര്യങ്ങളൊക്കെ കേട്ടോ. ജനിച്ചിട്ട് 6 മാസമായിട്ടുള്ള സമയത്തൊന്നും വലിയ കുറുമ്പോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പൊ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു, എന്താ ഇവന് കുറുമ്പൊന്നും ഇല്ലാത്ത എന്ന് പറഞ്ഞിട്ട് ഞാൻ എപ്പോഴും അമ്മോട് പരാതി പറയലായിരുന്നു കേട്ടോ. ഇവന് കുറുമ്പില്ല പറഞ്ഞിട്ട്. ഇപ്പോഴാണെങ്കിൽ കുറുമ്പാട്ടോ. പക്ഷെ അത് കാണുമ്പോൾ നല്ല രസമാണ്. ഭയങ്കര കുറുമ്പനായിട്ടാണ്. ഇപ്പോൾ വലുതായി ഇപ്പോൾ ഓടി മീൻസ് നടന്നു തുടങ്ങിയിട്ടില്ല, എന്നാലും എണീച്ച് നിൽക്കും, പിടിച്ച് നടന്നൊക്കെ തുടങ്ങി, തന്നെ നടക്കാനൊന്നും തുടങ്ങിയിട്ടില്ല. അപ്പോഴാണെങ്കിൽ ഭയങ്കര കുറുമ്പാട്ടോ. അപ്പോഴാണെങ്കിൽ എന്താ പറയുക, ഇങ്ങനത്തെ ഓരോ സംഭവങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് തോന്നുന്നുണ്ടായിരുന്നേ. കാരണം ബെഡ്റൂം കടന്നാലും അവിടെ ഓരോ സംഭവങ്ങൾ പിടിച്ച് വലിക്കുക, കർട്ടൻ വലിക്കുക, ബെഡിൽ ഇങ്ങനത്തെ ഒരു സാധനം മേടിക്കണമെന്നായിരുന്നു ആദ്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അത് വലിയ പ്രാക്ടിക്കലല്ല. ഏത് നേരം നമ്മൾ പോകുമ്പോൾ അത് ഇതാക്കും വേണം, മേലെ ഇതാക്കാം. അങ്ങനെ ബെഡ്റൂമിൽ ഫിക്സ് ചെയ്യണ സംഭവം ഉണ്ട് കേട്ടോ. ഇങ്ങനെ നമ്മൾക്കിപ്പോൾ എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്, അവളെന്ത് കുക്ക് ചെയ്യാനെന്തോ പോകുന്ന സമയത്ത് വാവക്കുട്ടി ബെഡ്റൂമിൽ നിന്ന് വീണു. അപ്പോൾ മിക്കവരും ബെഡ് താഴെ ഇതാക്കാറ്. പക്ഷെ ഇവിടെ അങ്ങനെ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഞങ്ങൾ ബെഡിൽ തന്നെയാണ് വാവക്കുട്ടീനൊക്കെ കിടത്താറ്. ഞങ്ങൾ കെയർഫുള്ളായിട്ട് ഞങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. വാഷ്റൂമിലൊക്കെ പോവാണെങ്കിൽ അമ്മ ആരെങ്കിലുമൊക്കെ നോക്കും. ഇതിപ്പോൾ അമ്മ ആരും ഇല്ലെങ്കിൽ ഞാൻ വാതിലൊക്കെ തുറന്നിട്ടാണ് അങ്ങനെ കേട്ടോ ചെയ്യാറ്. അപ്പോൾ ഈ സംഭവമാണെങ്കിൽ നമുക്ക് അവരെ അതിൻ്റെ ഉള്ളിൽ ഇരുത്തിയിട്ടാണെങ്കിൽ നമുക്ക് നമ്മളുടെ ഇഷ്ടത്തിന് നമുക്ക് പണികളും കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ അവരാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഇരുന്ന് കളിച്ചോളും. അവർക്കാണെങ്കിൽ കുറച്ച് ടോയ്സും അവർ ഫേവറേറ്റ് ടോയ്സും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്താൽ മതി. ഇതുപോലത്തെ കണക്റ്റേഴ്സ് ആട്ടോ. ഈ കണക്റ്റേഴ്സ് വെക്കാനാണ് ഇത്തിരി ടഫായിട്ടുള്ള ഒരു ടാസ്ക് ആയിരുന്നത്. നമ്മൾ അടിയിൽ നിന്ന് ഇങ്ങനെ മേലെ നിന്ന് ഇങ്ങനെ ആയതുകൊണ്ട് നമുക്ക് ആദ്യം ഇവിടുത്തെ സംഭവം ഇതെങ്ങനെയാണ്, ഇത് ഏതാ ഷേപ്പ്, പിന്നെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ നമ്മളുടെ ലോഗോ അല്ല,
ഇതുണ്ടാവുമല്ലോ ഈ ഷീറ്റ് സംഭവങ്ങൾ എഴുതിയിട്ടുണ്ടായിരുന്ന സംഭവം. അപ്പോൾ അതിൽ നോക്കുമ്പോഴാണെങ്കിൽ നമുക്ക് പിന്നെ മനസ്സിലാവും ഇത് എങ്ങനെയാണ്. എന്നാലും നമുക്ക് കുറച്ച് കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അവസാനം ഞാൻ ചെയ്തു വന്നപ്പോൾ എനിക്ക് അങ്ങോട്ട് ആവേശം മൂത്ത് ഞാൻ അങ്ങോട്ട് ഫുള്ളാ ചെയ്തു കേട്ടോ. അപ്പോൾ പിന്നെ അങ്ങനെയായിരുന്നു. ഇവൻ ചെറുപ്പത്തിലൊന്നും കുറുമ്പൊന്നും ഉണ്ടായിരുന്നില്ല, പിന്നെ വലുതായപ്പോൾ ഇപ്പോൾ ഭയങ്കര കുറുമ്പാണ്. പിന്നെ അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത് നമ്മുടെ ലൂസി ബാബി കേട്ടോ. ലൂസി ബാബി ഉണ്ടെങ്കിൽ പിന്നെ പറയേ വേണ്ട, അവളുടെ ഒപ്പം മൂടിപ്പാഞ്ഞ് പരഞ്ഞു പോയിട്ട് കളിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞങ്ങളാണെങ്കിൽ ഇത് ഫിക്സ് ചെയ്യണ സമയത്ത് ലൂസിയാണെങ്കിൽ അതിൻ്റെ ഉള്ളിലിരുന്നിട്ട് ഭയങ്കര കളിയാട്ടോ. അപ്പോൾ ഇവനാണെങ്കിൽ സങ്കടം, ഇവനും അതിൻ്റെ ഒപ്പം പോയി കളിക്കാണ്ട്. പക്ഷേ ഇത് നമ്മൾ സ്റ്റീൽ റോഡ്സും സംഭവങ്ങളൊക്കെ അല്ലേ, അപ്പോൾ കണ്ണുമ്പോൾ കുത്തോ കാര്യങ്ങൾ എന്തെങ്കിലും ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ലൂസി ബാബിയാണ് മുന്നിട്ടിട്ട് എല്ലാത്തിലും കൂടെ നിൽക്കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ പിന്നെ അടിഭാഗത്തും ഇങ്ങനെ സ്റ്റീൽ റോഡ്സ് ഇങ്ങനെ ഫിറ്റ് ചെയ്യണ പോലെ തന്നെ മേൽഭാഗത്തും ഇങ്ങനെ സ്റ്റീൽ റോഡ്സുകൾ ഇങ്ങനെ ഫിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ കൈ പിടിക്കാൻ വേണ്ടിയിട്ട് 2 സംഭവങ്ങളൊക്കെ ഉണ്ട് ഇത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട്. അപ്പോൾ അവർക്ക് ഇങ്ങനെ പിടിച്ച് നിൽക്കാനും അങ്ങനെ അതിനൊക്കെ വേണ്ടിയിട്ട് അതൊരു നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവം കേട്ടോ. പിന്നെ ഇതുള്ളതുകൊണ്ട് വീഴുന്നുള്ള പേടിയോ കാര്യങ്ങളൊന്നും വേണ്ട, കാരണം അങ്ങനെ വീഴൊന്നുമില്ല. വീഴാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ തന്നെ വീഴാം. പിന്നെ നമ്മൾ സോഫ്റ്റ് ആയിട്ടുള്ള കുറേ ടോയ്സും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അധികം അങ്ങനെ വീഴോ കാര്യങ്ങളൊന്നുമില്ല. അഥവാ വീഴാണെങ്കിൽ തന്നെ അധികം ഒന്നും പറ്റൊന്നുമില്ല. അങ്ങനത്തെ ഒരു ടൈപ്പിലാണ് ഈ നമ്മുടെ ഫെൻസിങ് ആയിട്ടുള്ള ഈ സംഭവം വെച്ചേക്കണേ കേട്ടോ. ഇത് എല്ലാവർക്കും ഞാൻ റെക്കമെൻഡ് ചെയ്യും, ഭയങ്കര യൂസ്ഫുള്ളാണ്. ഇപ്പം തന്നെ അവനെ അതിലിരുത്തിയിട്ട് നമുക്ക് ഓരോ കാര്യങ്ങളും ചെയ്യാനും അതിനൊക്കെ. ഇപ്പം ഞാൻ തന്നെ ഇപ്പോൾ വോയിസ് റെക്കോർഡ് ചെയ്യാൻ അതിൽ അവനെ അവിടെ ഇരുത്തിയിട്ട് ഞാൻ പോകുന്നൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് കളിച്ചോളൂ. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ ലാസ്റ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് നോക്കി നോക്കുക അവർ കളിക്കണത്. അപ്പോൾ അവസാനം നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ സംഭവം ഇങ്ങനെയാട്ടോ. അപ്പോൾ അതേ നമ്മുടെ പൊണ്ണുബാബിയും ലൂസും കയറി ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ആട്ടോ സംഭവം. അപ്പോൾ ഇവിടെ ആണെങ്കിൽ ഒരു സിബ് വെച്ചിട്ടുള്ള ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് ഡോറ് പോലൊരു സംഭവമുണ്ട്. പിന്നെ അവർ പാലും കുപ്പി അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെക്കാനുള്ള ഫീഡിങ് ബോട്ടിലൊക്കെ വെക്കാനുള്ള ഒരു സ്റ്റോറേജ് പോലെ ഉണ്ട്. പിന്നെ കൈ പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹാൻഡിൽസും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസ് കാണാൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ പുതിയ വീഡിയോസായി ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ ഇതെല്ലാവർക്കും ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ബൈ.